ക്ലിഫ് ഹൗസിലും രാജ്ഭവനിലും ബോംബ് ഭീഷണി. തമ്പാനൂർ പോലീസിനാണ് ഇമെയിൽ വഴി സന്ദേശം ലഭിച്ചത്. രണ്ടിടങ്ങളിലും പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുകയാണ്. വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലടക്കം നിരന്തരം ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് എന്താണ് പറയുന്നത്? അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? സിജു, അല്പം സമയം മുമ്പാണ് അതായത് ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇമെയിൽ സന്ദേശം എത്തുന്നത്. രാജ്ഭവനിലും അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിലും ഒരു സ്ഫോടനം ഉണ്ടാകും, അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ ഇമെയിൽ സന്ദേശത്തിലൂടെ പുറത്തു വന്ന വിവരം. ഉടനെ തന്നെ ഇത്തരത്തിൽ ഈ പോലീസും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും വിവിധ സന്നാഹങ്ങളോടെ ഇത്തരത്തിൽ രണ്ടിടങ്ങളിലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു പക്ഷെ ഇത്തരത്തിൽ വ്യാജ സന്ദേശമാകാനാണ് സാധ്യത. എങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ തിരുവനന്തപുരത്തും തലസ്ഥാനത്തും അതിന്റെ വിവിധ ഭാഗങ്ങളിലുമായി റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടുകളിലും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണികൾ വരുന്നുണ്ട്. അത് തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ സന്ദേശങ്ങൾ നടത്തുന്നത്, ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നത് ആരാണെന്നുള്ള ഒരു കാര്യത്തിൽ പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും പരിശോധനകൾ വ്യക്തമായി തന്നെ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ക്ലിഫ് ഹൗസിലേക്കും അതുപോലെ തന്നെ രാജ്ഭവനിലേക്കും യൂണിറ്റുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. പോലീസിന്റെയും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡിന്റെയും യൂണിറ്റുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. വിശദമായി തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏറെ നാളായിട്ട് ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ തലസ്ഥാനത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ നടക്കുന്നുണ്ട്. അത് വിമാനത്താവളം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള വ്യാജ കേസുകൾ വരുന്നത്. പലപ്പോഴും പലരും പല രീതിയിലുള്ള വിവരങ്ങളാണ് കൈമാറുന്നത്. എന്തായാലും ഉടനെ തന്നെ ഒരു സ്ഫോടനം ഉണ്ടാകുമെന്ന് പറഞ്ഞ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് ഈ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നത്. സിജു.